ഇന്നിവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഹാക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് 2 റൗട്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു റൗട്ടർ, അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു സിം റൗട്ടർ. ഇത് നോർമലി ഇവിടെ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന ഒരു റൗട്ടറാണ്. നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന റൗട്ടർ. അതിന് പുറമെ ഈ കാണുന്നത് ഒരു സിം ഇട്ട് പ്രവർത്തിക്കുന്ന, അതായത് സിം ഒരു വിഐയുടെ സിം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ സിം ഇട്ട് ഉപയോഗിക്കുന്ന ഒരു റൗട്ടർ. അപ്പോൾ ഇതിനകത്ത് രണ്ടിൽ നിന്നും ഒരേ സമയം, അതായത് നമുക്ക് ഈ 2 നെറ്റും ഈ ഒരു ലാപ്ടോപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നെറ്റും എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരേ സമയം ഒരു നെറ്റല്ല, ഈ 2 എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വൈഫൈ ഡോങ്കിൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് നോർമലി ഈ ഒരു വൈഫൈ ഡോങ്കിൾ മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെയോ സിസ്റ്റത്തിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു വൈഫൈ കണക്ടിവിറ്റി വരാതിരിക്കുമ്പോൾ, അതായത് വൈഫൈയിൽ ഇതുപോലെ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ നോർമലി ഈ ഒരു ഡോങ്കിൾ മേടിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഇന്റേണൽ വൈഫൈ അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ആകുമ്പോൾ ഇതൊരു എക്സ്റ്റേണൽ വൈഫൈ അഡാപ്റ്റർ വെച്ചിട്ട് ആണ്, വൈഫൈ ഡോങ്കിൾ അല്ല വൈഫൈ അഡാപ്റ്റർ എന്നാണ് നോർമലി ഇത് പറയുന്നത്. വൈഫൈ അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഇതുപോലെ ആ ഒരു വൈഫൈ പേരുകളൊക്കെ ഷോ ചെയ്യും. നമുക്കത് കണക്ട് ചെയ്യാം. അതൊരു കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പിലായാലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നോർമലി ഇത് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിത് വെച്ചേക്കുന്നത് ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യിക്കാനാണ്. നിങ്ങൾ ലോഡ് ബാലൻസറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ചെറിയൊരു ഹാക്കാണ്. നിങ്ങൾക്ക് ഇത് സംഭവം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നെറ്റൊന്നും പോകാത്ത ഒരു അവസരത്തിലൂടെ നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. വീട്ടിലായാലും ഓഫീസിലായിട്ടൊക്കെ ഇതുപോലെ 2 ISPകൾ. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വിഐയുടെ നെറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു സിം റൗട്ടർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു വീട്ടിലൊരു ബ്രോഡ്ബാൻഡാണ്, ഡെൻ നെറ്റ്വർക്കിൻ്റെ ഒരു ബ്രോഡ്ബാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലെ ഡോങ്കിൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇതുപോലെ തന്നെ ഡോങ്കിൾ അല്ല, വീണ്ടും പറയുന്നത് വൈഫൈ അഡാപ്റ്ററാണ്. വൈഫൈ അഡാപ്റ്റർ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത്, ഇവിടെ ആ ഒരു പേരുകളും കാര്യങ്ങളും വരും. ഇപ്പോൾ ഇത് 2 എണ്ണമായിട്ട് കാണിക്കുന്നത്. വൈഫൈ ഉണ്ട്, വൈഫൈ 2 ഉണ്ട്. വൈഫൈ 2 ആണ് ശരിക്കും ഈ ഒരു ഡോങ്കിൾ. ഓക്കെ. പിന്നെ വൈഫൈ 1 എന്ന് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ വൈഫൈ, ഈ കമ്പ്യൂട്ടറിൻ്റെ വൈഫൈ കാർഡാണ് വൈഫൈ 1 എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ വൈഫൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. വൈഫൈ 2 കാണിക്കുന്നത് ഈ ഒരു ഡോങ്കിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വൈഫൈ 2-ൽ നമ്മൾ ഈ ഒരു വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞ ഇത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ വൈഫൈ 2-ൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈ റൗട്ടർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു സിം റൗട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ വൈഫൈ 2 മീൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഒരു വൈഫൈ അഡാപ്റ്റർ, ഈ വൈഫൈ അഡാപ്റ്ററിൽ ഈ വൈഫൈ അഡാപ്റ്ററാണ് ഈ വൈഫൈ 2 എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിം റൗട്ടറാണ്. അതിൻ്റെ പേരാണ്, അതിൻ്റെ SSID ആണ് ഇട്ടേക്കുന്നത് ഈ ഒരു വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞ്. ഇനി നമുക്ക് ഈ ഒരു നോർമൽ വൈഫൈ, ഈ വൈഫൈ എടുക്കാം. ഈ വൈഫൈ എന്ന് പറഞ്ഞാൽ നോർമലി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വൈഫൈ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പേര് കാണുന്ന TP ലിങ്ക് എന്ന് പറഞ്ഞ പേര് കാണുന്നത് അത് ഈ ഒരു റൗട്ടറാണ്. ഈ ഒരു റൗട്ടറിൻ്റെ കണക്ടിവിറ്റിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് ഈ കാണുന്നത് TP ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ റൗട്ടറാണ്. അത് കണക്റ്റഡ് ആണ്, അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വൈഫൈയുമായിട്ടാണ്. അതുപോലെ ഈ കാണുന്ന സിം റൗട്ടർ, ഈ സിം റൗട്ടറും കണക്റ്റഡ് ആണ്. സിം റൗട്ടർ കണക്ട് ആയിരിക്കുന്നത് വൈഫൈ 2 എന്ന് പറഞ്ഞ ഈ ഒരു വൈഫൈ അഡാപ്റ്ററിൻ്റെ വൈഫൈയിലാണ് കണക്ട് ആയിരിക്കുന്നത്. അതായത് ഈ രണ്ട് ബലത്തിൽ ഈ ഒരു റൗട്ടറും അതുപോലെ തന്നെ ഈ ഒരു സിം റൗട്ടറും, ഇത് രണ്ടും നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണ്. ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിന് നമുക്ക് ഇവിടെ ഒരു പിങ് ഇടാം. നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിങ് ഇട്ടിട്ട് നമ്മൾ ഗൂഗിളിലോട്ട് പിങ് ചെയ്യാം. അതായത് കണക്ടിവിറ്റി പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ്. google.com -t കാണാം, ഇതിനകത്ത് റിപ്ലൈ വരുന്നുണ്ട്. ഓരോന്ന് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടി, അതായത് ഗൂഗിളിലോട്ട് റിപ്ലൈ പോകുന്നുണ്ട്. ഒരെണ്ണം ഒരു ഫെയിൽഡ് ഔട്ട് വന്നു. ഈ കാണാം, നമുക്കിവിടെ റിപ്ലൈ വന്നുകൊണ്ടിരിപ്പുണ്ട്. പ്രശ്നമൊന്നുമില്ല, നമുക്കിവിടെ റിപ്ലൈ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കണക്ടിവിറ്റി കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് നമ്മൾ വൈഫൈ റൗട്ടർ, അതായത് ഈ ഒരു ഇതിന് പേരിട്ടേക്കണം വൈഫൈ റൗട്ടർ എന്നാണ്, നമ്മുടെ സിം റൗട്ടറിനെ. അപ്പോൾ ഞാനിതിവിടെ ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഡിസ്കണക്ട് ചെയ്ത് ഇവിടെ പിങ് പോകണ്ടെന്ന് നോക്കുക. വേണ്ടില്ലേ, പിങ് പോണില്ല. എന്നാൽ ഇവിടെ ഡിസ്കണക്റ്റ് ആണ്, വേറെ ഒന്നും കണക്ട് ആയിട്ടില്ല. അതായത് വൈഫൈ 2-ൽ വേറെ ഒന്നും കണക്ട് ആയിട്ടില്ല, ഇത് കണക്റ്റഡ് ആണ്. ഇത് ഇപ്പോഴും പിങ് വന്നുകൊണ്ടിരിപ്പുണ്ട്, അതായത് കണക്ടിവിറ്റി പോയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് വൈഫൈ 1-ൽ ഈ TP ലിങ്ക് കണക്റ്റായി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വൈഫൈ 2-ൽ അത് കട്ടായിട്ടും, അതായത് സിം റൗട്ടർ നമ്മൾ കട്ട് ചെയ്തിട്ടും നമുക്ക് ആ ഒരു കണക്ഷൻ കട്ടാവാഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സിം റൗട്ടർ ഇവിടെ സിം റൗട്ടർ അല്ല, ആ ഒരു വൈഫൈയിൽ, നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ വൈഫൈയിൽ ആ ഒരു TP ലിങ്കിൻ്റെ റൗട്ടർ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു പിങ് കട്ടാവാതെ തന്നെ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇനി ഇതും കട്ട് ചെയ്ത് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇനി ഇത് കണക്ട് ചെയ്യാം. അതായത് വൈഫൈ 2-ൽ നമ്മൾ വൈഫൈ റൗട്ടർ കണക്ട് ചെയ്തു, കട്ട് ചെയ്യാണ്, കണക്റ്റഡായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻ വൈഫൈയിൽ നിന്ന് ഈ TP ലിങ്കിനെ ഡിസ്കണക്ട് ചെയ്യാം. ഇപ്പോഴും ഇവിടെ പിങ് വന്നുകൊണ്ടിരിപ്പുണ്ട്, പോയിട്ടില്ല. നമുക്ക് ഇവിടെ
ഇത് ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്കണക്ട് ചെയ്തു. ഇനി നോക്കാം, കണ്ടില്ലേ ഇപ്പോഴും പിങ് പോകണില്ല. അതായത് കണക്ടിവിറ്റി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു വിഷയമില്ലാണ്ട് തന്നെ നമുക്ക് ആ കണക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ എന്താ നോക്കേണ്ടത്, ഇനി നമുക്കത് കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ടും കണക്ട് ആവും, അതായത് ഇതും കണക്റ്റായി ഇതും കണക്റ്റായി. ഇപ്പോൾ വൈഫൈയിൽ, അതായത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വൈഫൈയിൽ ഈ ഒരു TP ലിങ്ക് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സിം 2-ൽ വൈഫൈ 2-ൽ ഈ ഒരു സിം റൗട്ടറും കണക്റ്റഡ് ആണ്, രണ്ടും കണക്റ്റഡ് ആണ്. കണ്ടില്ലേ ഇപ്പോഴും പിങ് ഒന്നും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഇനി നമുക്ക് രണ്ടും കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വൈഫൈ 2-ൽ നമ്മൾ ഈ ഒരു സിം റൗട്ടർ കട്ട് ചെയ്തു. ഇത് ഇപ്പോഴും കണക്ഷൻ പോയിട്ടില്ല, കാരണം വൈഫൈ 1-ലെ TP ലിങ്കിൻ്റെ റൗട്ടർ, അതായത് ഈ ഒരു റൗട്ടർ കണക്റ്റ് ആയിരിക്കുന്നുണ്ട്, അതും കട്ട് ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടും ചെയ്തു, അതായത് ഇതും കട്ട് ചെയ്തു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് കണക്റ്റായി, അതും കൂടി കട്ട് ചെയ്യാം, രണ്ടും കട്ട് ചെയ്യാം. വൈഫൈയിലും കട്ട് ചെയ്യാം, വൈഫൈ 2-ലും. ഇതിനകത്ത് ഇപ്പോൾ വൈഫൈ 2-ലില്ല, അതായത് ഡോങ്കിളിലില്ല. ഇനി വൈഫൈ 1-ൽ പറയുകയാണെങ്കിൽ വൈഫൈ 1-ലും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ, അതായത് കിട്ടുന്നില്ല, കണക്ഷൻ ഫെയിലിയർ ആയി. അപ്പോൾ ഇതിപ്പോൾ രണ്ടിലും, അതായത് ഈ വൈഫൈയുടെ രണ്ട് ഡിവൈസ്, അതായത് വൈഫൈ 2-ലും വൈഫൈ 1-ലും നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വൈഫൈ 2-ൽ നമ്മൾ കൊടുക്കുകയാണ്, കൊടുക്കുമ്പോഴേക്കും ഇവിടെ റിപ്ലൈ വന്നു തുടങ്ങി, കണ്ടില്ലേ വൈഫൈ 2-ൽ കൊടുക്കുമ്പോൾ റിപ്ലൈ വന്നു തുടങ്ങി. അതുപോലെ തന്നെ വൈഫൈ 1-ലും, അതായത് നമ്മൾ വൈഫൈ 1-ലും കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ TP ലിങ്കിൻ്റെ നമുക്ക് വൈഫൈ 1-ൽ കണക്ട് ചെയ്യാം, വൈഫൈ 1-ലും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് അഡാപ്റ്ററും സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് വൈഫൈ 1 എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വൈഫൈ അഡാപ്റ്ററും, അതുപോലെ തന്നെ വൈഫൈ 2 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സെപ്പറേറ്റ് വൈഫൈ ഡോങ്കിൾ വെച്ചിരിക്കുന്നത്, ഈ രണ്ടും അഡാപ്റ്ററുകളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനകത്താണ് ലോസ് ഒന്നും ഇല്ലാതെ കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം ഔട്ടിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, നോർമലാണ്, അല്ലാണ്ട് വേറെ നമുക്ക് ടൈം ഔട്ടൊന്നും വരുന്നില്ല. നമുക്ക് സംഭവമായിട്ട് തന്നെ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ നെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുക, ഇത് നമ്മളൊരു ഇങ്ങനെ കണക്ഷൻ കട്ടാവാതെയൊക്കെ ഉപയോഗിക്കാൻ, നമ്മൾ വീട്ടിലൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഒരു സിം റൗട്ടർ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം, ഇപ്പോൾ ഈവൻ നമ്മുടെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതായത് ആ റൗട്ടർ കട്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സിം റൗട്ടറിൽ നിന്ന് കണക്ഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി വലിയ ഫെയിലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ, ഇത് പോവില്ല, കണക്ഷൻ പോവില്ല. കണക്ഷൻ പോകാതെ തന്നെ നമുക്ക് ആ ഒരു പിങ് ലോസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് വലിയ വിഷയങ്ങളില്ലാണ്ട് ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, കണക്ഷൻ കട്ടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ സംഭവമാണ്, ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം നോർമലി ഈ ഒരു വൈഫൈ അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്യണം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ, ഒരു വൈഫൈ ഫെസിലിറ്റി ഇല്ലെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലെ ആ ഒരു വൈഫൈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് നോർമലി നമ്മൾ ഇതുപോലത്തെ വൈഫൈ അഡാപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഞാനിതൊന്ന് കാണിച്ചു തന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു അഡീഷണൽ ഒരു വൈഫൈ അഡാപ്റ്റർ മേടിക്കുകയാണെങ്കിൽ ഈ രണ്ട് അഡാപ്റ്ററിൽ നമുക്ക് സൈമൾട്ടേനിയസ്ലി കണക്ട് ചെയ്യാമെന്നും, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് ഉപയോഗിക്കാമെന്നും ഞാനിവിടെ കാണിച്ചു തന്നതാണ്. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് നെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഹാക്കാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ഒരു കണക്ടിവിറ്റി പോകാതെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് വീഡിയോസ് ആൾക്കായിട്ട് ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.